മധ്യപ്രദേശിൽ നിന്നും ഹണിമൂൺ ആഘോഷിക്കുവാൻ മേഘാലയയിലെത്തിയ നവദമ്പതിമാരെ കാണാതായിട്ട് 6 ദിവസം. ഇരുവർക്കും വേണ്ടി പോലീസ് വ്യാപക തിരച്ചിൽ നടത്തിയെങ്കിലും എവിടെ പോയി എന്നതിന് യാതൊരു സൂചനയും ലഭിച്ചിട്ടില്ല. വനമേഖലയിലടക്കം അരിച്ചുപെറുക്കുകയാണ് മേഘാലയ പോലീസ്. ഇൻഡോർ സ്വദേശികളായ രാജാ രഘുവംശിയെയും ഭാര്യ സോനത്തെയുമാണ് മേഘാലയയിൽ വെച്ച് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായത്. അതേസമയം ഇരുവരും സഞ്ചരിച്ച ബൈക്ക് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. മെയ് 23-ന് ചിറാപുഞ്ചിയിലേക്കുള്ള യാത്രക്കിടയിലാണ് ഇരുവരെയും കാണാതായതെന്നാണ് വിവരം. മേഘാലയയിലെ ഷില്ലോ എത്തിയ ഇവർ വാടകയ്ക്ക് സ്കൂട്ടർ എടുത്താണ് സഞ്ചരിച്ചിരുന്നത്. ചിറാപുഞ്ചിയിലേക്ക് പോകുന്നതായിട്ടാണ് ഇരുവരും ബന്ധുക്കളെ അറിയിച്ചിരുന്നത്. കാണാതായതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിനിടയിലാണ് ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ ഈ റൂട്ടിൽ ഒരു ഗ്രാമത്തിൽ നിന്ന് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. അതേസമയം ദമ്പതിമാരെ കുറിച്ച് ഇതുവരെ യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് വിനോദസഞ്ചാരികൾ എത്താറുള്ള വനപാതകളിലും മറ്റും തിരച്ചിൽ നടത്തിയെങ്കിലും ദമ്പതികളെ കുറിച്ച് യാതൊരു സൂചനയും ഇനിയും ലഭിച്ചിട്ടില്ല. മെയ് 23-നാണ് രാജാ രഘുവംശി അവസാനമായി ഫോണിൽ വിളിച്ചതെന്ന് അമ്മ റീന രഘുവംശി മാധ്യമങ്ങളോട് പറഞ്ഞു. ഭക്ഷണം കഴിച്ചെന്നും യാത്ര തുടരുകയാണെന്നും മകൻ പറഞ്ഞു. എന്നാൽ പിന്നീട് രണ്ടുപേരുടെയും ഫോണിലേക്ക് വിളിച്ചപ്പോൾ റിംഗ് ചെയ്തെങ്കിലും പ്രതികരണം ഉണ്ടായില്ല. മെയ് 24 മുതൽ രണ്ടുപേരുടെയും ഫോണുകൾ സ്വിച്ച് ഓഫ് ആണെന്നും അമ്മ പറഞ്ഞു. മൊബൈൽ നെറ്റ്വർക്കിന്റെ തകരാർ കാരണമാകും ഫോണിൽ ബന്ധപ്പെടാൻ കഴിയാതിരുന്നത് എന്നാണ് കുടുംബം ആദ്യം കരുതിയിരുന്നത്. എന്നാൽ 2 ദിവസമായിട്ടും ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് കണ്ടതോടെ കുടുംബം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. അതിനിടെ ദമ്പതിമാരുടെ അവസാന ലൊക്കേഷൻ ഷിലോങ്ങിലെ ഓസ്ര ഹിൽസിൽ ആണെന്നും കണ്ടെത്തി. സ്കൂട്ടർ വാടകയ്ക്ക് നൽകിയ സ്ഥാപനത്തിന്റെ സഹായത്തോടെയാണ് അവസാന ലൊക്കേഷൻ കണ്ടെത്തിയത്. ഇവിടെ ഒരു കിടങ്ങിന് സമീപത്ത് നിന്ന് ദമ്പതിമാർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ കണ്ടെത്തുകയായിരുന്നു. ട്രാൻസ്പോർട്ട് കമ്പനി നടത്തുന്ന രാജാ രഘുവംശിയും സോനയും മെയ് 11-നാണ് വിവാഹിതരായത്. മെയ് 20-നാണ് ഇരുവരും ഹണിമൂൺ യാത്ര ആരംഭിച്ചത്. ഗുവാഹട്ടിയിലെ ക്ഷേത്ര സന്ദർശനം കഴിഞ്ഞാണ് ഇരുവരും മേഘാലയയിൽ ഷിലോങ്ങിൽ എത്തിയത്. തുടർന്നുള്ള യാത്രക്കിടെ ഇരുവരെയും കാണാതാകുകയായിരുന്നു. സംഭവത്തിൽ പരാതി ലഭിച്ചതിനു പിന്നാലെ മേഘാലയയിലെ പോലീസ് തിരച്ചിൽ ആരംഭിച്ചിരുന്നു. വനപ്രദേശങ്ങളിലും മറ്റും പോലീസ് തിരച്ചിൽ നടത്തുന്നുണ്ടെങ്കിലും ഇടതൂർന്ന വനങ്ങളും ആഴമേറിയ മലയിടുക്കുകളും നിറഞ്ഞ പ്രദേശത്ത് തിരച്ചിൽ നടത്താൻ ദുഷ്കരമാണെന്നും പോലീസുകാർ പറയുന്നു. അതിനിടെ സ്കൂട്ടർ കണ്ടെത്തിയ സ്ഥലത്തിന് സമീപത്തുള്ള ഒരു റിസോർട്ട് കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ക്രിമിനൽ പ്രവർത്തനങ്ങളിലൂടെ കുപ്രസിദ്ധി നേടിയ റിസോർട്ട് ആണിത്. എന്നാൽ യാത്രക്കിടെ ദമ്പതിമാർ റിസോർട്ട് സന്ദർശിക്കുകയോ ഇവിടെ താമസിക്കുകയോ ചെയ്തോ എന്നത് ഇതുവരെ സ്ഥിരീകരിക്കാൻ ആയിട്ടില്ലെന്നും പോലീസ് പറയുന്നു. മേഘാലയ പോലീസുമായി ചേർന്ന് തിരച്ചിൽ ആരംഭിക്കാൻ മധ്യപ്രദേശിലെ ക്രൈംബ്രാഞ്ച് DGP രാജേഷ് കുമാർ ത്രിപാഠിയെയും ഇൻഡോർ കമ്മീഷൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മധ്യപ്രദേശ് മന്ത്രി തുളസിറാം സിലാവത്തും വിഷയത്തിൽ ഇടപെട്ട് സഹായം ഉറപ്പു നൽകി. ദമ്പതിമാരെ കാണാതായ ഈസ്റ്റ് കാസി ഹിൽസ് ജില്ലയിലെ മറ്റൊരു ഗ്രാമത്തിൽ ആഴ്ചകൾക്കു മുൻപ് ഒരു വിദേശ സഞ്ചാരിയെയും ദുരൂഹ സാഹചര്യത്തിൽ കാണാതായിരുന്നു. ഹംഗറിയിൽ നിന്നുള്ള സഞ്ചാരിയെയാണ് കാണാതായത്. പിന്നീട് 12 ദിവസങ്ങൾക്ക് ശേഷം ഹംഗോറിയിൽ സ്വദേശിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. അതേസമയം വിദേശ സഞ്ചാരിയുടെ മരണത്തിൽ ദുരൂഹതകൾ ഇല്ലെന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ.